ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബേക്ക് ആൻഡ് കുക്ക് ഈസി. ഇന്ന് നമുക്ക് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. ഇത് വളരെ ഹെൽത്തിയാണ്, കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുന്ന മിൽക്ക് ഷേക്കാണ്. സാധാരണ കുട്ടികൾക്ക് പഴം കഴിക്കാനും ഫ്രൂട്ട്സ് കഴിക്കാനും ഈ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും, പാൽ കുടിക്കാനും മടിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ, അവർക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു ഡ്രിങ്കാണിത്. പിന്നെ നമുക്കിതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് മെയിനായിട്ട് പാലും, പഴം, പിന്നെ ആപ്പിള്, ഈന്തപ്പഴം, ബദാം, പിന്നെ 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് എടുത്തിട്ടുണ്ട്. ബൂസ്റ്റ് അല്ലെങ്കിൽ മൈലോ നമുക്ക് എടുക്കാം, അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. പഞ്ചസാര ചേർക്കാത്ത മിൽക്ക് ഷേക്കാണിത്. ഈന്തപ്പഴം ഉള്ളത് കൊണ്ട് അത് നല്ലൊരു മധുരം കിട്ടും. പിന്നെ ഈന്തപ്പഴം നമുക്ക് കൂട്ടി കുറച്ചൊക്കെ എടുക്കും. ഇതിപ്പോൾ ഞാനൊരു 8 എണ്ണം എടുത്തിട്ടുണ്ട്, അത് 6 എണ്ണം എടുത്താലും കുഴപ്പമില്ല. ബദാം വെള്ളത്തിൽ കുതിർത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അരയ്ക്കുമ്പോൾ എളുപ്പമായിരിക്കും. അപ്പോൾ അഥവാ കുതിർക്കണില്ലെങ്കിൽ നന്നായിട്ട് അരയ്ക്കേണ്ടി വരും, എന്നാലാണ് അത് ചേരുള്ളൂ, അരഞ്ഞ് ചേരുള്ളൂ. പിന്നെ ആപ്പിളൊക്കെ തൊലി കളഞ്ഞ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. പഴം അതുപോലെ തന്നെ വലുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം, ചെറുതാണെങ്കിൽ 3 എണ്ണം എടുക്കണം. ഇത് ഞാലിപ്പൂവൻ പഴം എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. ഈന്തപ്പഴം നമ്മൾ കുരു കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യണം. പിന്നെ പാലെടുത്തേക്കണം ഒരു ഗ്ലാസ്സാണ്. 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ട് വരാതിരിക്കാനാണ് വെള്ളം ചേർക്കുന്നത്. ഒരുപാട് തിക്കായ കുട്ടികൾക്ക് കുടിക്കാനായിട്ട് ഇഷ്ടമുണ്ടാവില്ല. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം, എന്നിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിൽ ചേർത്ത് കൊടുക്കണം. പിന്നെ ബദാം ഒരു 15 എണ്ണം എടുത്തിട്ടുണ്ട്, ചെറുതായതുകൊണ്ട്. വലിയ ബദാമാണെങ്കിൽ ഒരു 10 എണ്ണം, 8-10 എണ്ണം ഒക്കെ മതിയാവും. നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. ഇത് 1 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണ് മൈലോ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് വെള്ളം ചേർക്കാം. വെള്ളം ചേർത്ത് ഒന്നുകൂടി അടിക്കണം. ഇതിപ്പോൾ എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ അരയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഈന്തപ്പഴത്തിൻ്റെ മധുരം നന്നായിട്ടുണ്ടാവും അതിൽ. മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കണം. ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 പേർക്കുള്ള ഷേക്കാണ്. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇനി ഇത് നമുക്ക് വെറുതെയും കുട്ടികൾക്ക് കൊടുക്കാം, അതല്ലെങ്കിൽ ഐസ്ക്രീമൊക്കെ ചേർത്തിട്ട് അങ്ങനെയും കൊടുക്കാം. ചോക്ലേറ്റ് ഐസ്ക്രീമോ വാനില ഐസ്ക്രീമോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഐസ്ക്രീം ഇല്ലെങ്കിലും ഇതിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഷേക്ക് ഉണ്ടാക്കി നോക്കണം. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം.